കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. കോളേജ് യൂണിയൻ ചെയർമാനും SFI യൂണിറ്റ് സെക്രട്ടറിയും അടക്കം പ്രതികൾ. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി അമലിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. കൊയിലാണ്ടി RSM SNDP കോളേജ് 2ാം വർഷ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയായ CR അമലിനെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മർദ്ദിച്ചത്. അമലിന്റെ കണ്ണിനും മൂക്കിനും സാരമായി പരിക്കേറ്റു. കോളേജ് യൂണിയൻ ചെയർമാൻ അഭയ് കൃഷ്ണയെ 1ാം പ്രതിയാക്കിയാണ് കൊയിലാണ്ടി പോലീസ് കേസെടുത്തത്. നവതേജ്, യൂണിറ്റ് സെക്രട്ടറി അനുനാഥ്, അഭിനന്ദ് എന്നിവർ യഥാക്രമം 4 വരെയുള്ള പ്രതികൾ. അനുനാഥിന് അമലിനോടുള്ള വ്യക്തിവിരോധമാണ് കൈകൊണ്ടും ഇടിവള കൊണ്ടുമുള്ള ആക്രമണത്തിന് കാരണമെന്ന FIR. കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയും കേസെടുത്തു. കോളേജിന് സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആക്രമണം. കോളേജിൻ്റെ പുറത്തുള്ള ഒരു വീടുണ്ട്, നാണോട്ടൻ്റെ വീട് എന്ന് പറയും, എനിക്ക് അറിഞ്ഞൂടാ. നാണോട്ടൻ്റെ വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ടുപോയതാണ് അഭയ്, എൻ്റെ ക്ലാസ്സിലുള്ള. അവിടുന്ന് മറ്റുള്ള പാർട്ടി പ്രവർത്തകരും പുറത്തുള്ള കുട്ടികളും അവരൊക്കെ ഉണ്ട്. ഏരിയ സെക്രട്ടറി എനിക്ക് അറിഞ്ഞൂടാ. അവരൊക്കെ കുറേ ആളുണ്ട്. അറിയാവുന്ന കുറേ ആളുണ്ട്, എന്നാലും അറിയാത്ത ഒരുപാട് ആളുണ്ട്. 10 പേരുണ്ട്. അവർ എന്നെ ക്രൂരമായി മർദ്ദിച്ചു. മൂക്കിൽ നിന്ന് രക്തം വാർന്ന അമലിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് സുഹൃത്തുക്കൾ ആദ്യം കൊണ്ടുപോയത്. പിന്നാലെ എത്തിയ SFIക്കാർ വാഹനാപകടത്തിൽ പരിക്കേറ്റതെന്ന തെറ്റായ വിവരം ആശുപത്രിയിൽ നൽകിയെന്നും അമൽ ആരോപിച്ചു. എല്ലാം നിഷേധിച്ച കേസിൽ പ്രതിയായ SFI യൂണിറ്റ് സെക്രട്ടറി. കോളേജിൻ്റെ തൊട്ടടുത്തുള്ള റോഡിൽ, അതായത് കുട്ടികൾ ബൈക്കുമായിട്ട് പോകുന്ന ആ റോഡിൽ തന്നെ, പാർക്കിങ്ങിലോട്ട് പോകുന്ന ആ റോഡിൽ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അവിടുന്ന് വിളിച്ചപ്പോൾ തന്നെ അവന് അടി കിട്ടിയാൽ നന്നായി, എനിക്ക് അതിൽ പങ്കൊന്നുമില്ല എല്ലാം പറഞ്ഞു പോയി. ഞാൻ നല്ല രീതിയിൽ തന്നെ അമലിനോട് സംസാരിക്കുകയും ചെയ്തത്. അവധി ദിവസമായതിനാൽ കോളേജ് പ്രിൻസിപ്പലിനെ ഫോൺ വഴിയാണ് അമലിന്റെ രക്ഷിതാക്കൾ പരാതി അറിയിച്ചത്. രേഖാമൂലം പരാതി ലഭിച്ചാൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ CP സുജേഷ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.